ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. MSC എൽസ കപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് കേസെടുത്തിരുന്നത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. നേരത്തെ തന്നെ കേസെടുക്കാമായിരുന്നു, പക്ഷേ അത് നീണ്ടുപോയതാണ് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയത്. ഇപ്പോൾ ഇതാ കേസെടുത്തിരിക്കുന്നു എന്നാണ്. എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? വിനിത, MSC കപ്പൽ കടലിൽ മുങ്ങി അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ ഈ കപ്പലിനെതിരെ കേസെടുക്കേണ്ടതായിരുന്നു. പക്ഷേ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാനം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള യോഗത്തിന് ശേഷം തീരുമാനിച്ചു. അതിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം രാഷ്ട്രീയ തലത്തിലും ഒപ്പം ലത്തീൻ സഭ അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സർക്കാർ കപ്പൽ കമ്പനിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു, അതിന് കോടികൾ കമ്മീഷൻ വാങ്ങി എന്നതടക്കമുള്ള ആരോപണമുണ്ടായി. ഈ വിഷയം വലിയ തോതിൽ പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ഏറ്റെടുത്ത പശ്ചാത്തലത്തിലാണ് മുമ്പെടുത്ത തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയത്. അല്പസമയം മുമ്പാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇത് സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്തത്. ആ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, MSC എൽസ 3 എന്ന കപ്പൽ കണ്ടെയ്നറിൽ എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന് അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന വിധം ഉദാസീനതയോടെ കപ്പൽ ഓടിച്ചു, അത് കൈകാര്യം ചെയ്തു. അതിനുശേഷം ആ കപ്പലിൽ വലിയ തോതിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ പിന്നീട് ഗുരുതരമായ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുള്ള സാധനങ്ങളുമായി വന്നു, അപകടമുണ്ടാക്കി. അതിനെതിരെയാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് SI ശിവകുമാർ TS രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ലുള്ളത്. പ്രധാനമായും സർക്കാരിന് രാഷ്ട്രീയമായ സമ്മർദ്ദത്തിനപ്പുറം ചില നിയമോപദേശങ്ങളും ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിൽ സർക്കാർ എടുത്തിരുന്ന പ്രധാനപ്പെട്ട തീരുമാനം കേസിന് പോകണ്ട, പകരം ഇൻഷുറൻസ് ക്ലെയിം പരമാവധി വാങ്ങിയെടുക്കുക എന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ഈ കമ്പനി നൽകിയില്ലെങ്കിൽ പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിയമോപദേശം കൂടി സർക്കാരിന് ലഭിച്ചു. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുള്ള കേസായി ഇത് മാറേണ്ട ഒരു സാഹചര്യം വരും. വാക്കാൽ ഉള്ള ഒരു ഉടമ്പടിക്ക് പുറമെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ നീക്കങ്ങൾ നടത്തണമെങ്കിൽ, അതായത് കേരളം ചോദിക്കുക 2000 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് എന്നാണ് അനൌദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പണം തരാൻ തയ്യാറാകാതെ MSC എന്ന കമ്പനി നിൽക്കുകയാണെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്ക് പോകാൻ സംസ്ഥാനത്തിന് വലിയ പരിമിതികളുണ്ടാകും. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ പരിമിതി ഒഴിവാക്കുക എന്നതായിരുന്നു സർക്കാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. കോസ്റ്റൽ പോലീസിന് ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ചില നോട്ടിക്കൽ മൈലിന്റെ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾ ഒന്നുമില്ല. അല്ലെങ്കിൽ തുടക്കത്തിൽ സർക്കാർ എടുക്കേണ്ടത് 25-ാം തീയതിയാണ് ഈ കപ്പൽ മുങ്ങുന്നത്. 29-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നത്. ആ യോഗത്തിലെ കുറിപ്പിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കപ്പൽ കമ്പനിയാണ് MSC എന്നതടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരോട് പരമാവധി ക്ലെയിം വാങ്ങുക, ഇൻഷുറൻസ് വാങ്ങിയെടുക്കുക, അതിനാണ് സർക്കാർ നൽകേണ്ടത് എന്ന നടപടികളിലേക്ക് പോയാൽ മാത്രമല്ലേ നഷ്ടപരിഹാര തുക അതും സാധ്യമാവുകയുള്ളൂ. ഇത്തരം നടപടികൾ വൈകുന്നത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും വൈകിക്കുമെന്നായിരുന്നല്ലോ വിദഗ്ധരും അഭിപ്രായപ്പെട്ടത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടാവുക, അല്ലേ? അതും ഇതിനകത്തൊരു പ്രശ്നമാണ്. കാരണം ഇൻഷുറൻസ് കമ്പനിയുമായി നേരിട്ട്, എന്തായാലും ഏത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും നേരിട്ട് ക്ലെയിമിന് പോയാൽ അവരുടെ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ടാകും. നമ്മൾ 2000 കോടി രൂപ ചോദിച്ചാൽ ഒരുപക്ഷെ 1000 കോടി രൂപയോ 500 കോടി രൂപയോ എന്നൊക്കെ പറയും. സ്വാഭാവികമായും ഇത് മുന്നോട്ട് പോകുമ്പോൾ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന നിയമോപദേശം കൂടിയാണ് സർക്കാരിന് ലഭിച്ചത്. ഒപ്പം രാഷ്ട്രീയമായ സമ്മർദ്ദവുമുണ്ട്. നിലമ്പൂരടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ലത്തീൻ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്, ഒപ്പം തീരദേശ മേഖലയിലുള്ള മറ്റ് സംഘടനകൾ, മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ സർക്കാർ ഇത് ആ കപ്പൽ കമ്പനിയുമായി ഒത്തുചേരുകയാണ്. 1000-ഉം 10,000-ഉം തന്ന് ഞങ്ങളെ ഒതുക്കാൻ പറ്റില്ലെന്ന് ഇന്ന് രാവിലെയാണ് മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ നേതാവായ
ചാൾസ് നമ്മളോട് റിപ്പോർട്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ലത്തീൻ സഭയിലെ പെരേര ഫാദർ ഇതിൽ ചില ഒത്തുകളികൾ നടക്കുന്നുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ശേഖർ കുര്യാക്കോസ് ഒക്കെ ആലസ്യത്തിൽ നിൽക്കുകയാണ്. ഇവിടെ കടലിൽ ഇനി മീൻ പിടിക്കാൻ പോകാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവിടെ പരിസ്ഥിതിക്ക്, മനുഷ്യന്റെ ജീവന്, അതിൽ അടങ്ങിയിരിക്കുന്ന രാസലായനികൾ കടലിലേക്ക് ഇനി പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ശരീരത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേസിന് പോകേണ്ടതില്ല, സെറ്റിൽമെന്റിലേക്ക് പോയാൽ മതി എന്ന സർക്കാർ തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു സർക്കാരിനെതിരെ നിൽക്കുന്ന എല്ലാവരും ഉന്നയിച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷം മാത്രമല്ല. റഹീസ്, ഇപ്പോൾ തുടർച്ചയായി 2 കപ്പൽ അപകടങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി കൂടുതൽ ഈ കപ്പൽ ചാൽ വലിയ രീതിയിൽ അത് ക്രൗഡഡ് ആവുകയാണ്. വീണ്ടും ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ ഈ കേസെടുക്കാത്തത് ഒരു തെറ്റായ സന്ദേശം നൽകും എന്നത് തന്നെയായിരുന്നല്ലോ ചാൾസ് ഉൾപ്പെടെയുള്ള ആളുകളും ഫാദർ യുജീൻ പെരേരയും ഒക്കെ തന്നെ പറഞ്ഞത്. വിനിത, സ്വാഭാവികമായും കേസെടുക്കാത്തത് തെറ്റായ സന്ദേശം നൽകും എന്ന ഒരു പ്രശ്നം നിൽക്കുന്നു. ഒപ്പം ഇതിനകത്ത് മാക്സിമം പണം വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക, നമുക്ക് സംഭവിക്കുന്ന നഷ്ടപരിഹാരത്തിന് മാക്സിമം പണം വാങ്ങിയെടുക്കുക, അത് ഇതിന് ഇരയാകുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്, തീരദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നതൊക്കെ ഒരു സംസ്ഥാന സർക്കാർ എടുക്കേണ്ട പ്രധാനപ്പെട്ട കടമ്പയാണ്. സ്വാഭാവികമായും ഇതിനു മുമ്പ് പല ചരിത്രങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ കപ്പൽ മുങ്ങിയ സമയത്ത് കേസെടുക്കുകയും നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് സർക്കാർ, അത് 3 പേർ, മുഖ്യമന്ത്രിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലും കൂടിയാണ് 29-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. എന്നിട്ട് ആ യോഗത്തിന്റെ കുറിപ്പായി പുറത്തേക്ക് വന്ന രേഖകളിലായിരുന്നു കേസെടുക്കേണ്ടതില്ല, പരമാവധി പണം വാങ്ങുക, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കപ്പൽ കമ്പനിയാണ് MSC എന്ന വാദങ്ങളൊക്കെ നിരത്തി സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത്. അത് എന്തായാലും വേണ്ട എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പലും അപകടം ഉണ്ടായ പ്രദേശത്തിനോട് അടുത്ത് കിടക്കുന്ന കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.